ലക്ഷ്മി എന്തിനാണോ കയറി വന്നത്? എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്താണ് സംഭവം? എന്താണ് സംഭവം? ഇവിടെ തുടക്കമിട്ടത് ആരാണ്? ആരാന്ന് ചോദിച്ചേ? അത് ബിന്നിയാണ്, മറ്റാരുമല്ല. അതെ, സത്യം ബിന്നി തന്നെ ഇന്നത്തെ പ്രശ്നത്തിന് തുടക്കം. ഞാൻ പറഞ്ഞേക്കണ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബിന്നിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, കാര്യം തുറന്നു കൊടുക്കണമല്ലോ എന്നുള്ളത്. തുടക്കമിട്ടത് ബിന്നിയാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ബിന്നി ജയിൽ തുറന്നു കൊടുത്തില്ല. ഇന്നത്തെ വിഷയം അതാണ്. ഓരോ ദിവസം വിഷയത്തിന് ബിഗ് ബോസില് ടാസ്കിനേക്കാൾ കൂടുതൽ വിഷയങ്ങളാണല്ലോ. അപ്പോൾ വിഷയങ്ങൾ അങ്ങ് തുടങ്ങുകയാണ്. ബിന്നി കയറി ചൊറിഞ്ഞു, ഷാനവാസ് കയറി മാന്തി പൊളിച്ചു. ബിന്നി കയറി ചൊറിഞ്ഞു, ഷാനവാസ് കയറി മാന്തി. ഇത്രയേ ഉള്ളൂ പ്രശ്നം എന്ന് വേണം പറയാൻ. ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ട്, നമുക്ക് ഉണ്ട്. ഷാനവാസിന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഷാനവാസ് നല്ലൊരു പ്ലെയറാണ്. പക്ഷെ ഈ അടുത്ത സമയങ്ങളിൽ ഷാനവാസിന്റെ നിലവാരം തന്നെ കളയുകയാണ്. ബിഗ് ബോസിന്റെ ടോപ്പ് 5 അനീഷ്, ഷാനവാസ്, ഹനുമോള്, മറ്റു രണ്ടുപേരുടെ കാര്യങ്ങളേ ഉള്ളൂ ഇപ്പൊ ഏകദേശം പ്രേക്ഷകർക്കും ഒക്കെ സംശയമുള്ളത്. അത് പക്ഷെ നിലവാരം ഇല്ലാത്ത ഈ വാഗൊണ്ട് ഷാനവാസ് ഇത് കളഞ്ഞു പിടിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത്, ജയിൽ ടാസ്ക് കൊടുത്തു അനീഷിനും ഷാനവാസിനും. രണ്ടുപേരും പോയിരുന്ന് അരി ആട്ടുന്നു. അനീഷ് ഒറ്റയ്ക്ക് ആട്ടിയപ്പോ ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരോട് ആട്ടാൻ. അങ്ങനെ ആട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ അവർക്ക് കൈ കഴുകണം. അതിന് ബിന്നി എടുത്ത് പറയുന്നു, ക്യാപ്റ്റൻ ബിന്നിയാണല്ലോ, ബിന്നിയുടെ ധാർഷ്ട്യം ഭയങ്കരമാണ്. ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീ ഇങ്ങനൊന്നും പുരുഷന്മാരോട് പെരുമാറരുത്. അപ്പൊ ഷാനവാസിനെ കൈ കഴുകാൻ ഇവര് കൈ മാവുമായിട്ട് നിൽക്കുക. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നിനക്കൊരു ക്യാപ്റ്റന്റെ വില മനസ്സിലായല്ലോ. ക്യാപ്റ്റന്റെ വിലയൊന്നും ഇതിനൊന്നും അല്ല മനസ്സിലാക്കുന്നത്. ക്യാപ്റ്റന്റെ വില ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വിടാതിരിക്കുന്ന ഒരു ക്യാപ്റ്റന്റെ വിലയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബിന്നി തുറന്നു കൊടുക്കാതിരുന്നപ്പോൾ ഈ മാവ് ഈ ആട്ടിയൊക്കെ കയ്യിൽ മാവുണ്ട്, ഇങ്ങനെ കുടയുന്നുണ്ട്. വലിയ വലിയ മനഃപൂർവ്വമൊന്നും അല്ല, സ്വാഭാവികമായി സംഭവിച്ചതാണ്. ചിലരത് മനഃപൂർവ്വം ആക്കുന്നുണ്ട്. അതിന് ഷാനവാസിനെ വലിയ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഇച്ചിരി മാവ് വീണെന്ന് തെറ്റൊന്നും വലിയ സംഭവമൊന്നും അല്ലല്ലോ. ഒരു ശകലം മാവ് ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട്. അതൊരു സംസാരിച്ച് വന്നപ്പോ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റാണ്, ഇഷ്യൂ ആക്കാം. പക്ഷെ അവരെ തുറന്നുവിടാതെ പ്രൊവോക്ക് ചെയ്തിന്ന് പേഴ്സണൽ ഗ്രഡ്ജ് അവിടെ എടുക്കുന്ന ബിന്നി അതിനിടയ്ക്ക് വന്നു. ലക്ഷ്മി എന്തിനാണോ വന്നേ എനിക്കും അറിയത്തില്ല. ലക്ഷ്മി എന്തിനാണോ അവിടെ വന്ന് ഇടയ്ക്ക് കയറി സപ്പോർട്ട് ചെയ്യാൻ ക്യാപ്റ്റനെ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവര് പേഴ്സണൽ ഈ വൈരാഗ്യം അവിടെ തീർക്കുന്ന പ്രവണതകളാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ല ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ, സൂപ്പർ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ ഇവക്ക് നാണമുണ്ട്. പറഞ്ഞാൽ വിടാവണം, അവര് പറയൂ. പ്രത്യേകിച്ച് അനീഷ് മോശം ക്യാപ്റ്റൻ. എന്തായാലും ശരി, അവരെ ബിഗ് ബോസ് പറഞ്ഞ് പ്രാഥമിക ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സം ചെയ്യാൻ അവകാശമില്ല, അധികാരമില്ല. തുറന്നു വിടണമെന്ന് പറഞ്ഞു, തുറന്നു വിട്ടു കഴിഞ്ഞപ്പോഴോ ഷാനവാസ് ലക്ഷ്മിയുടെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു. അതൊരു ഗെയിമൊന്നും അല്ലിത്. ഷാനവാസിന്റെ പബ്ലിക് ഇമേജ് ഷാനവാസ് തന്നെ കളഞ്ഞു കുളിക്കുകയാണ്. ഷാനവാസ് നിലവാരമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഷാനവാസിന്റെ നിലവാരം ഷാനവാസ് തന്നെ കുറയ്ക്കുന്നു. അത് ഷാനവാസിന് ദോഷം ചെയ്യുമെന്ന് ഇത് ആര് പറഞ്ഞു കൊടുക്കും? പുള്ളിക്കേറി ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ അവിടെ എപ്പോഴും വഴക്കുകളാണ്. പിന്നെ ലക്ഷ്മി ഓർഡർ ചെയ്യുന്നു, ജിസയില് പറഞ്ഞു പിന്നെ അക്ബറും ടീമും കിച്ചണിലേക്ക് പോകാൻ. ഇത് മര്യാദക്ക് പറഞ്ഞാൽ മതി, നാട്ടെ ജിസയില് കിച്ചണിലോട്ട് ചെല്ലെന്ന് പറഞ്ഞാൽ മതി. അതെന്താ അപ്പോഴത്തേക്ക് നീ ആരാ ഉപയോഗിക്കാൻ, നീ ആരാ പറയാൻ? ലക്ഷ്മി ആർക്കും അതിനതില് പലർക്കും ലക്ഷ്മിയുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല. ലക്ഷ്മി എല്ലാം ബൈ ഓർഡർ, ഞാനാണ് നടക്കുന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയുടെ. അക്ബറും അവരെല്ലാം കൂടെ അങ്ങ് കുരുക്കുന്നു. പിന്നെ ഇന്ന് അപ്പം പ്രൊമോ വന്നിട്ടുണ്ട്, ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആരാണ് ഇന്നലെ ഫ്രൈഡേ ആണ് ഇന്നലെ ഷൂട്ടിങ് നടന്നത്. ലാലേട്ടന്റെ സൗകര്യാർത്ഥം ഇന്നലെ ഷൂട്ടിങ് നടന്നു. അപ്പൊ ഇന്ന് ആണ് സാധാരണ സാറ്റർഡേ ആണ് ഷൂട്ട് വെക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ചെയ്യാതിരിക്കാം.
അപ്പൊ അതിനകത്തിൽ ഞെട്ടലോട് പലരും നിൽക്കുന്നു. ജിസേല് നിൽക്കുന്നു, ഒനീല് നിൽക്കുന്നു, അനുമോള് നിൽക്കുന്നു, അങ്ങനെ പലരും നിൽക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നൊരാൾ ഔട്ട്, നാളെ ഒരാൾ ഔട്ട്. ഒരാളെന്ന് പറയുമ്പം ജിസേലിന്റെ പേര് വരുന്നുണ്ട്, ഒനീലിന്റെ പേരും വരുന്നുണ്ട്. സാധ്യതകളും ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കറക്റ്റ് ഇനിയിപ്പോ ഔട്ടാവുന്ന പ്രൊമോയിൽ നിന്ന് നമുക്കൊന്നും ചിലപ്പോൾ പറയാം, ട്വിസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രൊമോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. എന്നാലും എല്ലാരും ഇപ്പൊ പറയുന്നത് ഒനീലും ജിസേലുമാണ് ഇന്നും നാളെയായിട്ട് ഔട്ട് ആകുന്നതെന്ന് പറയുന്നു. അതൊരു സൈഡില്. ഇതിനിടയ്ക്ക് ഈ ഫാമിലിയെ ഏറ്റുപിടിച്ചാണ് ബിന്നിയുടെ ഭർത്താവ് വെറും എന്തോ മരക്കെഴുതിയെന്നോ മരക്കോന്തൻ എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. ഷാനവാസിന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ അതൊരു വലിയ തകർച്ചയിലേക്ക്, ഉള്ള ഇമേജ് തകർച്ചയിലേക്ക് പോകും. അപ്പൊ ഇവര് ബിന്നിയുടെ ഒരു ക്യാപ്റ്റൻസിയില് അവര് പക തീർക്കുന്ന രീതി ഇത് കണ്ട് ബിഗ് ബോസും രസിക്കുന്നു. അതൊക്കെയാണ് അവിടെ നടക്കുന്ന പരിപാടികൾ. ഇത് തെറ്റായ ഒരു പ്രവണതയാണെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കത്തില്ല. എല്ലാ ഗെയിമും എല്ലാം അങ്ങ് ഇതുമാക്കിക്കൊണ്ട് പോകും. ഇതിനിടയ്ക്ക് ഒരുത്തൻ പിന്നെ മണിയടിച്ച് പ്രാർത്ഥിക്കുന്നു ബിന്നിയായിട്ട്. പിന്നെ ഒരു എന്താണ്ടൊരു ദൈവത്തിന്റെ രൂപം, എന്തോ ഒരു രൂപം കാണിക്കുന്നു ഗോഡിന്റെ. എന്തുവാ പിന്നെ ചിക്കന്റെ കാലോ അല്ലെ ചിക്കൻ നാലായിട്ട് മുറിച്ചെങ്കിലും തരണം, പിന്നെ കുഴിമന്തി വേണം. അവനെപ്പോഴും തീറ്റക്കാരേ ഉള്ളൂ. പിന്നെ പറഞ്ഞു വിടുന്ന സമയം കഴിഞ്ഞിരിക്കുക സത്യം. അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥനയായിട്ട് ചിക്കന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിവിൻ ചേട്ടൻ. ചിക്കനൊന്ന് കൊടുക്കണേ ബിഗ് ബോസ്, ആക്രാന്തം ഒന്ന് തീർത്ത് വിടും. പോകുന്നതിന് മുമ്പ് ഒരു കുഴിമന്തിയെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് വിടും. 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, വെറും ബാലിശമായ കുറെ പ്രവൃത്തികൾ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന പഴുതമാരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.